കറക്റ്റ് പേരാണ് സഹദേവൻ. എല്ലാം സഹിക്കുന്ന സഹദേവൻ, സഹിക്കാത്ത സഹദേവൻ. സഹിക്കേണ്ടതല്ലേ ദേവൻ. ഈ സമയത്ത് ഈ ഒരു പ്രസന്റിൽ അത്യാവശ്യം ന്യൂസ് ഫോളോ ചെയ്യുന്ന, പത്രം വായിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സഹദേവൻ. ദാസ്, യുദാസ്, ഉലകന്നാൻ മകൻ ദാസ്, എന്നെ അറിയപ്പെടുന്ന ദേശവാസി. സ്ത്രീയുടെ കണ്ണീർ തുടയ്ക്കാൻ പുരുഷനുണ്ട്, പുരുഷന്റെ കണ്ണീർ തുടയ്ക്കാൻ ആരുണ്ട്? സെയിം ടീം. നീന്താ അറിഞ്ഞാത്ത ഞാൻ പെട്ടെന്ന് കടലിൽ വീണപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറണമെന്ന് വിചാരിച്ചു. പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ശൂർപ്പണകമാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ആർഗ്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇന്ദോമഞ്ചറിന്റെ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സിനിമാറ്റിക്കലി തന്നെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുമല്ലോ. ബ്രൂണോ കറങ്ങി തിരിഞ്ഞു വന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുന്നേ ചെയ്ത ഈ പോലീസ് വേഷങ്ങൾ, ഇപ്പൊ തലവനായാലും കൂമനായാലും ആളുകൾ സംസാരിക്കുകയും അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ഇതിൽ കൊടുക്കാൻ പോവാന്ന് ചോദിക്കുന്നതുകൊണ്ട് ഈ രണ്ടിനും ഇല്ലാത്ത ഒരു എക്സ്ട്രാ പ്രഷർ എനിക്ക് രേഖാചിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്റെ എല്ലാ ഫസ്റ്റ് ടേക്കാണ് അവർ ഓക്കെ വെച്ചത്. 40 ടേക്ക് എടുത്തത്. നെഗറ്റീവ് ചിന്തകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആഭ്യന്തര കുറ്റവാളികളാണ്. ഹായ്, കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ആയിട്ട് ഏറ്റവും മികച്ച പെർഫോമൻസസ് മലയാള സിനിമയിൽ വന്നത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള 4 ആക്ടേഴ്സാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലിനൊപ്പം നമ്മളോടൊപ്പം ചേരുന്നത്. ആനന്ദ് മന്മഥൻ, ആസിഫ് അലി, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്. സ്വാഗതം. ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലാസ്റ്റ് ഇയറിലായിട്ട് ഇഷ്ടപ്പെട്ട 2 പെർഫോമൻസിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ. ആനന്ദ് മന്മഥനിൽ നിന്ന് തുടങ്ങുന്നത്. കുറച്ച് സമയമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഭയങ്കര രസമുള്ള പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. രണ്ട് പെർഫോമൻസ് ആണ് ചോദിക്കുക. ഒന്ന് പൊന്മാനിലെ ബ്രൂണോ, 2 ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ കോൺട്രാക്ടർ ചെയ്യും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബ്രൂണോനെ 4-5 ചെറുപ്പക്കാരെ നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു വലിയ മനുഷ്യനായിരുന്നു എൻ്റെ മനസ്സിൽ. ലൈക്ക് ഫിസിക്ക് വെച്ചിട്ട് അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഫസ്റ്റ് കണ്ട സമയത്ത് ആനന്ദ് മന്മഥനെ കണ്ടപ്പോൾ ബ്രൂണോ ആയിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമായിട്ട് അത് പുൾ ഓഫ് ചെയ്തു. അപ്പോൾ ബ്രൂണോനെ പറ്റിയിട്ട്, ബ്രൂണോൻ്റെ ഈ ഒരു അലസതയും അയാളുടെ പാർട്ടിയോടുള്ള ഒരു സ്നേഹവും എങ്ങനെയാണ് ബ്രൂണോനെ ആനന്ദ് മനസ്സിലാക്കിയത്? ആക്ച്വലി ഈ 4-5 ചെറുപ്പക്കാർ ഞാനും വായിച്ചത് കോവിഡ് സമയത്താണ്. ആ ബുക്കൊക്കെ ഇറങ്ങി ആ സമയത്താണ് ഞാനും വായിച്ചത്. അപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ദോമഞ്ചറിന്റെ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സിനിമാറ്റിക്കലി തന്നെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ എപ്പോഴും, ഞാനൊരു ആക്ടറും കൂടെ ആണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ള ബുക്കൊക്കെ വായിക്കുമ്പോൾ ഇത് സിനിമ ആകുമ്പോൾ ഏത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നായകൻ എന്തായാലും നമുക്ക് പറ്റില്ല. അജേഷിന് പെർഫെക്റ്റ് ആയിരുന്നു. ഇല്ല അല്ല, എനിക്ക് മനസ്സിലും അജേഷ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ എന്തായാലും മരിയാനോ ഒരിക്കലും പറ്റത്തില്ല. അതിൽ എന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, മല പോലത്തെ ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ ബ്രൂണോ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ്, അപ്പം അന്ന് അവരുടെ ചിന്ത ഈ പടം ചെയ്യാൻ വേണ്ടി ഫഹദ് ഫാസിൽ ഒക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇതുപോലെ ഷൈൻ ടോൺ ചൊക്കെയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് ഷെൽഫിൽ കയറ്റി. പക്ഷേ 2024 എങ്ങനെയോ കറങ്ങി തിരിഞ്ഞത് നമുക്കൊരു മാനിഫെസ്റ്റിംഗ് പോലെ ഒരു സംഭവമായിട്ട് വന്നു. അപ്പോൾ ബ്രൂണോ കറങ്ങി തിരിഞ്ഞ് വന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ ബ്രൂണോ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വായിച്ചതും ഉണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ കുറേ പേരെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് SFIയിലായാലും ബാക്കി പാർട്ടിയിലായാലും ഒക്കെ നിന്നിട്ടുള്ള ആൾക്കാരാവുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേരെ പല പാർട്ടിയിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ എവിടെയൊക്കെയോ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്നൊക്കെ നമ്മൾ അറിയാതെ എടുത്തതായിരിക്കും. ഈ ഇവരെയൊക്കെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കാണുമ്പോൾ ആദ്യം കണ്ട അത്ര വലിയ ഭീകരതയൊന്നും ഇല്ലാതെ പാവം മനുഷ്യന്മാരായിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷൻ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് അതുമായിട്ട് ബ്രൂണോ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമയിലാണെങ്കിൽ തന്നെയും ബ്രൂണോ തുടങ്ങിയെടുത്തല്ല അവസാനം നിൽക്കുന്നത്, ഒരു മാറുന്ന മനുഷ്യനാണ്. അപ്പം അത് അങ്ങനെയൊക്കെയാണ് എനിക്കത് കണക്ട് ആയത് ആ ക്യാരക്ടർ. ഞാൻ ജിജിയിലേക്ക് അടുത്തൊരു റൗണ്ടിൽ വരാം. പിന്നെ ആസിഫ് അലിയുടെ ഇപ്പം തലവനിലെ ഒരു പോലീസുകാരനുണ്ട്, രേഖാചിത്രത്തിലെ പോലീസുകാരനുണ്ട്, അതല്ല വേറെയും പോലീസ് വേഷങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് രണ്ടിലും കേസ് അന്വേഷണം പോലത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇയാളുടെ കുറച്ചൊരു പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ കൂടെ പോകുന്നുണ്ട്. അപ്പം ഇത് രണ്ടായിട്ട് തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ അതിന് സ്റ്റോറിയുടെ ഒരു സ്പേസ് നൽകുന്ന കാര്യങ്ങളുണ്ടാവും, ഡയറക്ഷനിലെ ഡിഫറൻസ് ഉണ്ടാവും, ലുക്കിൽ ഡിഫറൻസ് ഉണ്ടാവും. എങ്കിൽ കൂടെ തന്നെ ആസിഫ് അലി അതിനകത്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ, ഈ 2 പോലീസുകാരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആളുകൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ. അങ്ങനെ വിവേകിനെയും കാർത്തികിനെയും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ ഈ പറഞ്ഞ 2 ക്യാരക്ടേഴ്സിന് കൃത്യമായ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ എൻ്റെ അടുത്തേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് പെർഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്.
ഞാൻ രേഖാചിത്രത്തില് ഞാൻ അതിനു മുന്നേ ചെയ്ത ഈ പോലീസ് വേഷങ്ങൾ ഇപ്പൊ തലവനായാലും കൂമനായാലും ആളുകൾ സംസാരിക്കുകയും അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ഇതിൽ കൊടുക്കാൻ പോവാന്ന് ചോദിക്കുന്നതുകൊണ്ട് ഈ രണ്ടിനും ഇല്ലാത്ത ഒരു എക്സ്ട്രാ പ്രഷർ എനിക്ക് ഇതിനകത്ത് രേഖാചിത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വിവേകിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ റൈറ്റർ ഉണ്ട് ജോൺ മന്ത്രിക്ക് എന്ന് പറഞ്ഞിട്ട്. ജോൺ വയനാടുകാരനാണ്. ജോണിന്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും എൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബർ വെട്ടലും കൃഷിയും ആയിട്ട് നടക്കുന്ന, അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ട് ചെറിയ ചീട്ടുകളിയൊക്കെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു കൂട്ടുകാരനൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനെ ഒരു പോലീസ് ഓഫീസറിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ, അപ്പൊ അതും ജോഫിനും ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പം എപ്പോഴും എല്ലാ പെർഫോമൻസിനെ പറ്റിയും പറഞ്ഞ പോലെ അതിനകത്ത് എൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ എൻ്റെ അടുത്തേക്ക് ഫീഡ് ചെയ്ത് തന്നിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതിനൊക്കെ ഈ പറയുന്ന ഐഡന്റിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ ജഗദീഷ് ചേട്ടനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലും മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് സീരിയസ് വേഷങ്ങൾ അങ്ങനെയാണ് ഭയങ്കര വ്യത്യാസം പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഹലോ മമ്മി. കുറേ വേഷങ്ങളുണ്ട്, ബട്ട് ഹലോ മമ്മിയിലെ സാമുവലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. തിയേറ്ററിലൊക്കെ പോയി കണ്ട സമയത്ത് ഭയങ്കര ക്യൂരിയസ് ആയി അല്ലെങ്കിൽ രസമായിട്ട് തോന്നിയത് പഴയ കുറേ തമാശ വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ജഗദീഷ് എന്ന് പറയുന്ന ഒരു നടൻ്റെ. പക്ഷെ അതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഭയങ്കര പ്രിസിഷനുള്ള കോമഡി പറയുന്ന ഒരു ക്യാരക്ടർ. അത് ഭയങ്കര രസമായിരുന്നു. അയാളുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഭയങ്കര സീരിയസ് ആയി നിന്ന് കോമഡി പറയുന്നതൊക്കെ. അപ്പോൾ ഈ സാമുവലിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? അല്ലെ, സാമുവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒന്ന് അയാളൊരു മാത്സ് പ്രൊഫസറാണ്. അപ്പോൾ അതിനകത്ത് ആ പ്രസിഷൻ ഉണ്ട്. പിന്നെ കാലം വരുത്തിയിട്ടുള്ള ഹാസ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കാലം ഒരുപാട് മാറ്റങ്ങൾ പെർഫോമൻസിൽ വരുത്തിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു SI അല്ല ഇന്ന് ആസിഫ് കൈകാര്യം ചെയ്യുന്ന SI. ആവനാഴിയിലെ ഒരു ഇൻസ്പെക്ടർ അല്ല ആസിഫ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് ഇൻസ്പെക്ടേഴ്സിനെ കണ്ടുമുട്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അന്നത്തെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ബിഹേവിയറിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ കോമഡിയിലും വ്യത്യാസമുണ്ട്. ഇയാളൊരു ലവിങ് ഫാദറാണ്, എന്നാൽ ഇയാളുടേതായിട്ടുള്ള ഇന്നസെൻസ് ഉണ്ട്, ഇയാളുടേതായിട്ടുള്ള ദേഷ്യമുണ്ട്, എല്ലാ വികാരങ്ങളും ഉള്ള ഒരു അച്ഛനാണ്. സ്നേഹമുണ്ട്, കോപമുണ്ട്, ഭാര്യയോടുള്ള ചില സ്പിരിറ്റ് ആണെങ്കിൽ പോലും ഭാര്യയോടുള്ള ഇൻറ്റിമസി ഉണ്ടായിരുന്ന ആ കാലം ഓർക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അവർ ഇയാളോട് മോശമായ രീതിയിൽ പെരുമാറിയ ചില സംഭവങ്ങൾ ഇയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതിൽ നിന്നും ഹ്യൂമർ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതിനകത്തുണ്ടായിട്ട്. മ്യൂസിക് ലവറാണ്, അയാൾ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡയമെൻഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ജോണി ചേട്ടൻ രാത്രി വീട്ടിൽ നിൽക്കുന്ന സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ ചേട്ടൻ പിടിച്ചിരുന്ന സട്ടിലിറ്റി ഭയങ്കര അപ്പുറത്തുള്ള ഇപ്പൊ ജോണി ആന്റിയുടെ ക്യാരക്ടർ അവിടെ അത്രയും ബഹളം ഉണ്ടാക്കുമ്പോഴും ഇയാള് വേറെ കാര്യമുണ്ട്. പിന്നെ ഇയാള് പിന്നെ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞെന്നുള്ള ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മകളുമായിട്ട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം അസീസ് നെടുമങ്ങാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓൾ വി ഇമാജിൻ സ്ലൈറ്റിലെ ഡോക്ടർ മനോജ് ഉണ്ട്. ഭയങ്കര സട്ടിലായിട്ട് രസമുള്ളൊരു മനുഷ്യനായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പം കനീകുസൃദീൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഏറ്റവും ആദ്യം ഇപ്പൊ പായലിന്റെ പ്രോസസ്സ് ഏറ്റവും വേഗം മനസ്സിലായത്. അവർക്കൊക്കെ ഒരുപാട് സമയം എടുത്തു ഇങ്ങനത്തെ ഒരു സ്പേസിലെത്താൻ. പക്ഷെ അസീസ് നെടുമങ്ങാടിന് ടുവേർഡ്സ് ദ എൻഡിലാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ വളരെ വേഗം മനസ്സിലായി, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ മനോജിനെ പറ്റിയിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നല്ലോ. അപ്പം എങ്ങനെയാണ് ഡോക്ടർ മനോജിനെ മനസ്സിലാക്കിയതൊക്കെ? അല്ല, ഞാൻ കനിയൊക്കെ അവിടെ 1 മാസം മുമ്പ് എന്ത് വർക്ക്ഷോപ്പ് എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി കയറുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ നീന്താ അറിഞ്ഞാത്ത ഞാൻ പെട്ടെന്ന് കടലിൽ വീണപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറണമെന്ന് വിചാരിച്ചു. പിന്നെ അവര് പറഞ്ഞ മുഴുവൻ ഹിന്ദി മൊത്തം ഹിന്ദി. എങ്ങനെ രക്ഷപ്പെട്ട് സത്യം പറഞ്ഞ അല്ല, ഞാൻ അവിടെ പോയിട്ട് ഒരു പ്രകടനം കാഴ്ച എനിക്ക് തോന്നുന്നില്ല. പായൽ കപാടിയൊക്കെ ഭയങ്കര ഗംഭീരം. നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഗംഭീരമായിട്ടാണ് പറഞ്ഞത്. ആണ്. പക്ഷെ എനിക്ക് പായലിന്റെ അടുത്ത് ഒരു വിഷമം വരാൻ കാരണം ഒരു 60-50 ടേക്കൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങും. പിന്നെ രാവിലെ 6 മണി വരെ ഷൂട്ടുണ്ട്. ഒറ്റ സീനായിരിക്കും. 50 അറിഞ്ഞ 40 ടേക്കൊക്കെ എടുത്തപ്പോൾ ഞാനൊക്കെ തകർന്നു. ഞാൻ കനീൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത് നമ്മളാണെങ്കിൽ 8 സിനിമ ഷൂട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ കളിയാക്കാം. എനിക്ക് 70 ടേക്ക് വരെ എടുത്ത് ഇതിങ്ങനെയാണ്, ഈ ടൈപ്പ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് മിണ്ടാതിരുന്നു ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഡബ്ബിങ് ഉണ്ടായിരുന്നു, കുറച്ച് ഡബ്ബിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സൂം മീറ്റിങ്ങിലാണ് സ്റ്റുഡിയോയിൽ വന്നെല്ലാം വന്നിട്ട് കൺഗ്രാറ്റ്സ് അസീസ്. ഞാൻ താങ്ക് യു, ഫസ്റ്റ് ടേക്ക് ഫുൾ.
താങ്ക് യു. അതായത് ഫസ്റ്റ് ടേക്ക് എല്ലാം എന്റെ എല്ലാ ഫസ്റ്റ് ടേക്കാണ് അവർ ഓക്കെ വെച്ചത്. എന്നിട്ട് 40 ടേക്ക് എടുത്തു. 40 ടേക്ക് എടുത്തിട്ട് ഞാൻ താങ്ക് യു പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഇങ്ങനെയുള്ള ടീമിൻ്റെ ഫുള്ള് സൗണ്ട് എഞ്ചിനീയർ ആണ് ഫ്രാൻസ്, അസോസിയേറ്റ് ഡയറക്ടർ ഫ്രാൻസ്, ആർട്ട് ഡയറക്ടർ ഫ്രാൻസ്. ഭയങ്കര ഇംഗ്ലീഷ് വേറൊരു ലോകത്തായിരുന്നു ഞാൻ അവിടെ പോയി. അവർ പിന്നെ അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് ഒരു രക്ഷയില്ല. അവർ അവിടുത്തെ ഒരു മുയൽ കുഞ്ഞിനെ പോലെ ഞാൻ ഒറ്റയ്ക്ക്. അവര് പുലിയായിരുന്നതാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. സിസിക്ക ഷൂട്ട് കഴിഞ്ഞാൽ നേരെ റൂമിൽ കയറി വാതിലടക്കി. ഇതൊരു താക്കോൽ വേറത്തിൽ നോക്കാം ആരാ. പിന്നെ എന്തോ ദൈവാധീനം എന്ന് തന്നെ പറയാനല്ല, ഞാൻ അങ്ങനെ ഭയങ്കര പ്രകടനമൊന്നും കാഴ്ചവെച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ എന്നെ ഒറ്റ ദിവസം കണ്ടപ്പോൾ എന്നെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്തത് തന്നെ പറഞ്ഞു മതി, ഫിക്സ് അസീസ് മതി, വേറെ ആരും വേണ്ട. അങ്ങനെ ഒരു ദിവസം കോസ്റ്റ്യൂമിൻ്റെ എടുക്കാം, ഇത് മെഷർമെൻ്റ് ഒക്കെ ചോദിച്ചു. അങ്ങനെ അതിനുവേണ്ടി പോയി എല്ലാം ഇട്ട് നോക്കി. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴെൻ്റെ അടുത്ത് കഞ്ഞി പറഞ്ഞു, ചേട്ടൻ്റെ മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി 1.5 വർഷം ഒരു പല ആർട്ടിസ്റ്റിനെയും മലയാളത്തിൽ നിന്ന് പോയിട്ടുണ്ട്, ആരെന്ന് ഞാൻ പറയുന്നില്ല, നാണക്കേടായിരിക്കും. 1.5 വർഷം ഈ ആർട്ടിസ്റ്റിന് വേണ്ടി. എന്നിട്ട് ഞാൻ പടം കണ്ടിട്ട് എന്തിനാണെന്ന് ഒരു പിടി, 1.5 വർഷമൊക്കെ എന്തിനാണ് എന്നെ ദൈവാധീനം. അങ്ങനെ പോയി. പക്ഷെ ഭയങ്കര ഷോർട്ട് ആയിരുന്നു. എല്ലാ സിനിമയിൽ ഭയങ്കര രസമായിരുന്നു ഇവരും കനിയുടെ ക്യാരക്ടറും തമ്മിലുള്ള കുട്ടി കുട്ടി കോൺവെർസേഷൻസ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ ആഭ്യന്തര കുറ്റവാളികളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷലോകം എന്നുള്ളൊരു പാട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് പൊതുവെ ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പെക്ടേഷൻ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്? എന്താ നിങ്ങളുടെ ഒരു എന്താ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? എൻ്റെ അഭിപ്രായം വേറൊരു രീതിയിലാണ്. പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളില്ല, സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങളാണ്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ആപ്ലിക്കബിളാണ്. പുരുഷൻ്റെ മനസ്സ്, അവൻ ക്രൂരനാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കെല്ലാം പ്രശ്നമാണ്. ഒരു സ്ത്രീയുടെ മനസ്സ്, അവൾ ക്രൂരയാണെങ്കിൽ അവളുടെ കുടുംബത്തിൽ അവളൊരു ഇഷ്യൂ ആയിരിക്കും, പ്രശ്നക്കാരിയായിരിക്കും. കുട്ടികൾക്ക് അവരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ആ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പുരുഷനായതുകൊണ്ട് മാത്രം ലിബർട്ടി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്ത്രീ ആയതുകൊണ്ട് ചില കൺസെഷൻസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പുരുഷൻ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇല്ല, സൊസൈറ്റി നേരിടുന്ന പ്രശ്നമാണ് ഇൻ ജനറൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നേരിടുന്ന പ്രശ്നമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകുന്നെങ്കിൽ ആരാണ് പ്രശ്നക്കാരി അല്ലെങ്കിൽ പ്രശ്നക്കാരൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ സിറ്റുവേഷൻ 100% മനസ്സിലാക്കിയാലേ പറയാൻ പറ്റൂ. അവർ ഡെയിലി ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും നമുക്ക് ഒരു ഭാഗത്ത് ന്യായം കാണാൻ കഴിയും, വേറൊരാൾക്ക് ഇവരുടെ ഭാഗത്ത് ന്യായം കാണാൻ കഴിയും. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അഭിപ്രായം ആയിരിക്കില്ല എൻ്റെ അഭിപ്രായം. ഞാൻ പറയും അത് ഭാര്യയ്ക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്ന് ചോദിക്കും. വേറൊരാൾ ചോദിക്കും അത് പുരുഷനല്ലേ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, അവരൊരു വർക്കിംഗ് വുമൺ അല്ലേ, അപ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഭർത്താവാണ് കൂടുതൽ സഹകരിക്കേണ്ടത്. നേരെ തിരിച്ചും ചോദിക്കാം. അപ്പോൾ പുരുഷൻ എന്ന രീതിയിൽ ഞാനിതുവരെ ഒരു പ്രശ്നവും നേരിട്ടിട്ടില്ല. പുരുഷൻ എന്ന രീതിയിൽ എനിക്കിതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പം മെയിൽ ആർട്ടിസ്റ്റ്, ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, മെയിൽ ആർട്ടിസ്റ്റ് നിലയിൽ എനിക്ക് എവിടെയെങ്കിലും ഒറ്റപ്പെടലോ അവഗണനയോ അല്ലെങ്കിൽ ഹറാസ്മെൻറ്റോ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അത്തരത്തിലുള്ള പുരുഷൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇവർക്ക് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം കാണാൻ നമുക്ക് ഇന്ന് ശ്രമിക്കണം. ഈ വേദിയിൽ വെച്ച് നമുക്കതിന് ശ്രമിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ശൂർപ്പണകമാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ആർഗ്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ സിനിമയെ കൂടെ പറയാനും ആഗ്രഹിക്കുന്നത്. എല്ലാവരും മോശപ്പെട്ടവരൊന്നല്ല, ചേട്ടൻ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ഇടയിൽ നിന്നും സ്ത്രീകളുടെ ഇടയിൽ നിന്നും ഉണ്ട്. പക്ഷെ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസം വരും. ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന നടത്തിയ തെറ്റാണോ? അതിന്റെ പേരിൽ ലക്ഷ്മണൻ കാണിച്ചത് ശരിയാണോ? അത് തർക്ക വിഷയമാണ്. ഇപ്പൊ ലക്ഷ്മണൻ എന്തായിരുന്നാലും വിവാഹിതനാണ്, ഊർമിള വിവാഹം കഴിച്ച ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥന നടത്താമോ? വിവാഹിതനായ ഒരു പുരുഷനോട് പ്രണയാഭ്യർത്ഥന നടത്താമോ? ഒരു ചോദ്യം. വേറൊരാൾ അങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നാലും ഈ രീതിയിലാണോ അതിന് കൈകാര്യം ചെയ്യേണ്ടത്? പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഞങ്ങളുടെ സിനിമയിലെ വക്കീലാണ്.
ഞാൻ ചോദിക്കുവായിരുന്നു, ടീസറിൽ ത്രൂ ഔട്ട് ഒറ്റ ഡയലോഗാണല്ലോ. അപ്പം ജഗദീഷന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗാ. മുമ്പ് എങ്ങാനും ടീസറിലോ ട്രെയിലറിലോ അങ്ങനെ ത്രൂ ഔട്ട് ഒരു നരേഷൻ കൈൻഡ് ഓഫ് വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഇത് ഒരു പുതുമ തോന്നി. ടീസർ കണ്ടപ്പോൾ നമ്മളെല്ലാം ഇതിന്റെ ഭാഗമാണെങ്കിലും നമുക്ക് തന്നെ ഒരു പുതുമ തോന്നി. ഇങ്ങനെ ഒരു ലെങ്തി സ്ട്രെച്ച്, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അഡ്വക്കേറ്റാണ് ഞാൻ, അഡ്വക്കേറ്റ് വിശ്വനാഥനാണ്. വിശ്വനാഥൻ അയാളുടെ പ്രൊഫഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അയാൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നോ അതിനുവേണ്ടി അയാൾ നഖശികാന്തം അയാൾ എതിർക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു നിലപാട് നായകനെ എങ്ങനെ ബാധിക്കുന്നു, സഹദേവന്റെ പ്രശ്നങ്ങളും വിശ്വനാഥന്റെ വാദവുമാണ് ആ ടീച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഈ സഹദേവനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? സഹദേവൻ ഒരു വളരെ സാധാരണക്കാരനാണ്. നമ്മൾ നാട്ടുംപുറം തന്നെ പറയാവുന്ന സ്ഥലങ്ങളിൽ കാണുന്ന വലിയ എക്സ്പോഷർ ഒന്നും കിട്ടാത്ത വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പിൽ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അയാളുടെ ലൈഫിൽ പുതിയതായിട്ട് ഒരാൾ വന്നിട്ടോ പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടോ ഒക്കെ ഒരുപാട് നാളായിട്ടുണ്ടാവും. അങ്ങനെ ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെതായ റിയാലിറ്റിയിൽ ഉണ്ടാകുന്ന ചില ക്വസ്റ്റ്യൻ മാർക്സ്, അതാണ് ഈ കോടതി വരെ കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹം ചോദ്യം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. എൻ്റെ പ്രശ്നങ്ങളല്ലാതെ ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അതിനൊരു ക്ലാരിറ്റിയാണ് സഹദേവൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കല്യാണശേഷം ആലിമണി ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സിന് ശേഷം അത് എന്തിന് കൊടുക്കണം എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ സംശയം. അതിന് കൃത്യമായ ഉത്തരം നിയമവ്യവസ്ഥയിലുണ്ട്. എങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതാണ്. തുല്യനീതി വേണമെന്ന് സ്ത്രീകൾ പറയുകയും കല്യാണത്തിന് ഡിവോഴ്സിന് ശേഷം ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ ഇത്ര ശതമാനം ആലുമിനിയായിട്ട് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നതും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സഹദേവൻ ചോദിക്കുന്നത്. കറക്റ്റ് പേരാണ് സഹദേവൻ. ഇത് എന്താ പറയുക, എല്ലാം സഹിക്കുന്ന സഹദേവൻ, സഹിക്കാത്ത സഹദേവൻ. സഹിക്കേണ്ടതല്ലേ ദേവൻ? ഇതൊക്കെ ഇതിനകത്തുണ്ട്. ചോദ്യങ്ങൾ പ്രേക്ഷകർ ഉന്നയിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പൊ പോസ്റ്ററിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. ഞങ്ങൾ മൂന്നുപേരാണ് സുഹൃത്തുക്കൾ. അതായത് സഹദേവന് ഒരു പ്രശ്നം ഉണ്ടാവുകയും സഹദേവൻ അത് അഭിപ്രായം ചോദിക്കാൻ ഏറ്റവും അടുത്ത രണ്ടുപേരും ഇവരാണ്. പക്ഷെ ഇവർക്കും അതായത് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് ഇവർ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവർക്ക് ആ പ്രശ്നം എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നോ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നോ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റാതെ വരുമ്പോഴാണ് ഇതിന് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ സംസാരിക്കാനും. നിങ്ങളുടെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ എന്റെ ദേശവാസി എന്നാണ് പേരല്ല, ഞാൻ ദേശവാസി എന്ന് തന്നെ അറിയപ്പെടും. ദേശവാസിന്ന് എന്നെ അറിയപ്പെടുന്നത് ദേശവാസി. അല്ല, ഏത് ദേശത്തിലും ഇത്തരം വാസികളുണ്ടാവുന്ന അതാണ് ദേശവാസി. എന്റേത് ദാസ്, യുദാസ്. ഉലകന്നാൻ മകൻ ദാസ്. ഓക്കെ യുദാസ്. ഇത് ഒറ്റ കൊടുക്കാത്ത ദാസനാണ്. പൊതുവെ പുരുഷന്മാർക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ നമുക്കൊരു കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരയാം. അപ്പം അതിന്റെ പേരിൽ കുറെ പേര് പറയും ഭയങ്കര ഇമോഷണൽ ആണ് പൊതുവെ സ്ത്രീകൾ എന്നൊക്കെ പറയും. ബട്ട് ആസ് ഓൾ നമ്മൾക്ക് കരയാൻ പറ്റുമല്ലോ. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ കരയാം. പക്ഷെ പുരുഷന്മാർക്ക് ഇങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ കരയുന്നത് ഒരു ഭയങ്കര പ്രശ്നമായിട്ട് പഠിപ്പിച്ചു വളർത്തുന്ന ഒരു രീതിയുണ്ടെന്ന് പറയാം. അത് മൊത്തം സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഈ ഒറ്റ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ച് അവസാനം അത് തീർക്കുന്നത് വേറെ ആൾക്കാരുടെ മേലേക്കാവും എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കാര്യം ചെറുപ്പത്തിൽ ലൈക്ക് എനിക്ക് പെട്ടെന്ന് ഈ പുരുഷലോകം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ അതായിരുന്നു, ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുമോ ഈ ആസ് എ ജെൻഡർ ആണുങ്ങൾ നേരിടുന്ന ഇത്തരം ഇങ്ങനെ ചെയ്യണം എന്ന് സൊസൈറ്റി പഠിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കരയുമ്പോ അന്നെ പറഞ്ഞ പോലെ പെൺകുട്ടികളെ പോലെ കരയണം എന്തിനാണെന്ന് ചോദിക്കുക. ആ ചോദ്യം എല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കരയുമ്പോ കരയുന്നത് ഒരു കുറച്ചിലായിട്ട് സ്കൂളിലും കോളേജിലും എല്ലാം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പറയുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. സങ്കടം വന്നാൽ കരയാറുണ്ട്, പൊട്ടിക്കരയും. അല്ല, ഏത് സമയത്തായിരിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കരയുന്നത് വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ? മേ ബി ചെറുപ്പത്തിൽ അത്ര ഓക്കെ ആയിരിക്കില്ലല്ലോ. നമ്മൾ കരയുന്നത് എന്തോ ഒരു ആമ്പിള്ളേർക്ക് കുറവാണെന്നല്ലേ മൊത്തത്തിൽ പറയാം. പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ ഇടയിൽ കാണുമ്പോൾ അതൊരു കുറച്ച് തന്നെയായിരുന്നു. അതിനൊക്കെ ബ്രേക്ക് ചെയ്തതൊക്കെ ഏതൊരു സമയത്തായിരിക്കും? ഇതൊക്കെ വെറുതെ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോ. പലപ്പോഴും നമുക്കങ്ങനെ തുറന്നങ്ങ് പറയാൻ ചിലപ്പോൾ നമ്മൾ വളർന്ന സൊസൈറ്റിയുടെ നോംസ് കൊണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ ഓപ്പൺ ആവാൻ തോന്നാറില്ല പലപ്പോഴും.
എന്തോ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഓപ്പൺ ആവേണ്ടത് ലോലനാണെന്ന് പറയും. അല്ലോ അല്ല അതുകൊണ്ടല്ല, പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാൻലിനെസ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലെ? നമ്മൾ കേട്ടതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ കരയാൻ പാടില്ല, വിഷമം പറയാൻ പാടില്ല, ഡിപ്പെൻഡബിൾ ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. വൾണറബിൾ ആവാനേ പാടില്ല. ഈ കരച്ചിലെന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരുമ്പോൾ മാത്രമല്ല കരയുന്നത്, സന്തോഷവും അതൊന്നും എന്താണെന്ന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ നമുക്ക് കണ്ണു നിറയും. ഉദാഹരണത്തിന് എൻ്റെ കുട്ടികളുടെ വിവാഹ ചടങ്ങിൽ അവർ അച്ഛൻ്റെ കാല തൊട്ട് വന്നിക്കാൻ നേരത്ത് അവരെ അനുഗ്രഹിക്കുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചിരുന്നാൽ സന്തോഷമാണോ എന്താണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു അച്ഛൻ്റെ വികാരമാണ്. ചേട്ടാ, മെയ്യഴകൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ വന്നിരുന്നു. ആ സിനിമ കണ്ടിട്ട് കരയാതിരുന്ന ഒരു മനുഷ്യനെ ആരുമില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ട് എന്റെ വീട്ടിലെല്ലാവർക്കും ടെൻഷൻ. ഞാൻ കണ്ടു. അരവിന്ദ് സ്വാമി ഉയരെ സിനിമയില് ഗോവിന്ദിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഗോവിന്ദിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിസിറ്റി കാണിച്ചു തന്നു. അപ്പം ഇതിങ്ങനെ വന്ന സമയത്ത് മേ ബി ലുക്കിന്റെ ഒക്കെ ഒരു കാര്യം കൊണ്ടായിരുന്നു, മേ ബി വേറൊരു വശം, പുരുഷലോകത്തിന്റെ വേറൊരു വശം ഈ സിനിമയിലൂടെ കാണാൻ പറ്റും തോന്നി. അപ്പം ഈ സിനിമയുടെ ഒരു സ്റ്റോറി ഒക്കെ വന്ന സമയത്ത് എപ്പോഴെങ്കിലും ഗോവിന്ദൊക്കെ മനസ്സിലേക്ക് വന്നിരുന്നോ? ഗോവിന്ദിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു നേർ വിപരീതമായിട്ടുള്ളത്. ഇത് ഇവരെ എല്ലാവരെയും നമുക്ക് സൊസൈറ്റിയിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഗോവിന്ദിന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് എക്സാക്ട്ലി ഗോവിന്ദായിട്ടുള്ളത്. അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ കുറേ നാൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കഥ എൻ്റെ അടുത്ത് ബോബി സഞ്ജയ് അവർ നറേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഈസിലി ആ ക്യാരക്ടർ കണക്ട് ആയത്. എഗെയിൻ സഹദേവനിലേക്ക് വരുമ്പോൾ എനിക്കറിയാം, എനിക്കെന്നല്ല ഈ സമയത്ത് ഈ ഒരു പ്രസന്റിൽ അത്യാവശ്യം ന്യൂസ് ഫോളോ ചെയ്യുന്ന, പത്രം വായിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സഹദേവൻ്റെ. സഹദേവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സഹദേവൻ്റെ ചോദ്യങ്ങളും എല്ലാം പല സമയത്തും പലരും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒറിജിനൽ ക്യാരക്ടേഴ്സും ഒറിജിനൽ പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമുക്ക് അതിനോടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ വാഴ സിനിമയിൽ നിങ്ങൾ രണ്ടുപേരുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോഴും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സീനുണ്ട്. ഒന്ന് ആ കല്യാണ വീട്ടിൽ മകൻ്റെ ഒപ്പം സ്റ്റാൻഡ് എടുക്കുന്ന ഒരു സാധനവും, പിന്നെ അവിടെ മകൻ പോവുകയാണെന്ന് പറയുമ്പോൾ കുട്ടീനെ തോളത്തിട്ടിട്ട് പറയുന്ന ആ ഒരു സീനും. അപ്പോൾ ലൈക്ക് ആ രണ്ട് സീനും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആ സിനിമയിൽ കുറേ ഹൈ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ വാഴയിൽ. ഇപ്പോൾ വൈറലാകാൻ സാധ്യതയുള്ള പല പല പോർഷൻസ് നിങ്ങൾക്ക് ഈ സീന് ചെയ്യണ സമയത്ത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇത് ഫസ്റ്റ് ആദ്യം അതിനകത്തുള്ള മക്കൾ ക്യാരക്ടേഴ്സ് ആണ് വൈറലാവുന്നത്, പിന്നെയാണ് അച്ഛൻ കഥാപാത്രങ്ങൾ വൈറലാവുന്നത്. ആൾക്കാരിങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു പർട്ടിക്കുലർ സീനിനെ. അതിന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? അല്ല, അതിൻ്റെ റൈറ്റർ വിപിൻ എൻ്റെ അടുത്ത് ഈ റോളിനെ കുറിച്ച് പറഞ്ഞു വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ള റോളാണ്. അതിൻ്റെ സീൻ എന്ന് പറയുന്നത് ഈ ക്ലൈമാക്സ് സീനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീൻ. ബാക്കിയുള്ള ക്യാരക്ടറിന് അല്ലാതെ അത്ര ഇമ്പോർട്ടൻസ് അവിടെ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ആ സീൻ കേട്ടപ്പോൾ തന്നെ ഞാനത് ചെയ്യാമെന്ന് സമ്മതിച്ചു. കാരണം അതിനകത്ത് ഇമോഷണൽ കോണ്ടൻറ്റ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നമുക്ക് അറിയാം ഒരു അച്ഛൻ്റെ വിഷമം എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ആദ്യം ഈ മകൻ്റെ ഒരു കാര്യത്തിലും ഇയാൾ പഠിത്തം എന്നല്ലാതെ മകൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ലൈക്സും ഡിസ്ലൈക്സിനെ കുറിച്ചൊന്നും ഇയാൾക്ക് ഒരു കൺസേണും ഇല്ല. പഠിച്ചോ ഹോസ്റ്റലിൽ നിന്ന് 2 ദിവസം ഇവിടെ നിൽക്കാൻ നേരത്ത് നീ ഇന്ന് തന്നെ പൊയ്ക്കോ, പഠിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ മാത്രമല്ല ബാക്കിയുള്ള കുട്ടികൾ ഇരിക്കുമ്പം എൻ്റെ മകൻ മാത്രമാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് മകൻ്റെ പഠിത്തത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാണ് അയാൾ. ഇത്രയൊക്കെ മകൻ്റെ പഠിത്തത്തിൽ ശ്രദ്ധിച്ചെങ്കിലും മകൻ പേഴ്സണൽ ലൈഫിൽ ഒരു ട്രാജഡിയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് അയാൾ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി എൻ്റെ മകന് പഠിത്തത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അവൻ്റെ ഒരു ഹ്യൂമൻ ആ ഒരു നേച്ചറിന് ഡെവലപ്പ് ആകുന്ന ഒരു കാര്യവും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഇയാൾ വേട്ടയാടുന്നുണ്ട്. അതാണ് ഇയാൾ സൈലൻസിൽ അവിടെ ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആജ്ഞാപിക്കുകയായിരുന്നില്ലേ അവൻ ഇന്നത് പഠിക്കണം മറ്റേ പഠിക്കണം, തിരിച്ചു കിട്ടും, നമ്മൾ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ എന്ന് ചോദിക്കുന്ന ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള 100 ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളികളിലെ പശ്ചാത്തലം പോലെ തന്നെ 100 വീടുകളിൽ നടക്കുന്ന 100 അല്ല 10,000 വീടുകളിൽ നടക്കുന്ന കാര്യമാണ്. അച്ഛനെ ഇഷ്ടപ്പെടുന്ന ഇവൻ ഡോക്ടറാവും, എൻജിനീയറാവും, സിനിമയൊക്കെ എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ചിത്രകാരനാവണം പറ്റില്ല, പാട്ടുകാരനാവണം പറ്റില്ല, നീ പഠിക്കണം എന്ന് പറയുന്നിടത്ത് മക്കളുടെ താല്പര്യത്തോട് 1% പോലും യോജിപ്പില്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു രീതിയിൽ പഠിത്തം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവൻ നന്നായിട്ട് പഠിച്ച് എഞ്ചിനീയറിംഗൊക്കെ ബിരുദം പൂർത്തിയാവുമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ അവൻ വലിയ പരാജയമായിരിക്കും. ഒരു സ്നേഹിച്ച പെൺകുട്ടിയെ ഭാര്യയായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ അവന് കഴിയുന്നില്ല. അപ്പോൾ ജീവിതം അവനെ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ക്യാരക്ടറിന്.
അവനെ പഠിപ്പിച്ചത് സബ്ജക്റ്റ് മാത്രമാണ്, എൻജിനീയറിങ്ങിൻ്റെ സബ്ജക്റ്റ് മാത്രമേ അവനെ പഠിപ്പിച്ചിട്ടുള്ളൂ. ജീവിതം എന്താണ്, ഇമോഷൻസ് എന്താണ്, മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, തൊട്ടപ്പുറത്തെ വീട്ടുകാരോട്, നിൻ്റെ കൂട്ടുകാരോട് പെരുമാറേണ്ട ഒരു ഉപദേശം പോലും ഈ അച്ഛൻ കൊടുത്തില്ല. അതിൻ്റെ കുറ്റബോധം, അതിൻ്റെ പ്രായശ്ചിത്തം, പാപപരിഹാരമാണ് ഈ മോനെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത്. അതൊരു വളരെയധികം നമ്മുടെ മനസ്സിൽ അത് കണ്ടിട്ട് ഡബ്ബിങ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അസീസ് വിളിച്ചു പറഞ്ഞു, അസീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ എൻ്റെ കഥാപാത്രമാണെന്ന് പറഞ്ഞു അസീസ് ഡബ്ബിങ് കണ്ടിട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കോട്ടയം നസീറും ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരെല്ലാം ഈ സീനിൻ്റെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഡബ് ചെയ്ത് കണ്ടിട്ട് ഇവരെല്ലാം വിതൗട്ട് മ്യൂസിക് വരുന്നതിന് മുമ്പ് ഇവരെല്ലാം വിളിച്ച് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. എങ്ങനെയുണ്ടായിരുന്നു ഈ വാഴയില? സാറ് അത് കേട്ടിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നും, പക്ഷെ ഞാൻ അവൻ്റെ അച്ഛനായിട്ട് ചെയ്യാൻ പേടിച്ചു. കൈ നിൽക്കുമോ എന്നൊരു സത്യമായിട്ട് ഭയം ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, സിജുവിൻ്റെ അച്ഛനായിട്ടൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ആദ്യം ഇത് ഒഴിഞ്ഞു മാറിയതാണ്. ബിന്ദാസ് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കണ്ടാണ് ചെയ്തത്. ഞാൻ കള്ളം പറയരുത്, നിങ്ങളെ കണ്ടാണ് എഴുതിയത്. പിന്നെ വിപിൻ്റെ ഒറ്റ ധൈര്യം കൊണ്ടാണ് പിന്നെ ചെയ്തത്. കാരണം നമുക്ക് നന്നായിട്ട് ഇടപെടാം, നമുക്ക് പേടിക്കണ്ട. ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ നമ്മളെ പേടിപ്പിക്കില്ല, നമ്മളെ കൂളായിട്ട് അങ്ങ് വിടും, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രം. പക്ഷെ ഈ ക്യാരക്ടർ ജോഷി സാറിന്റെ കയ്യിലെല്ലാം കിട്ടി ഞാൻ ഓടിയാണ് നാട് വിട്ടേരെ. വാഴയുടെ ഒരു ഭംഗി അതാണ്. എനിക്ക് ആദ്യം നമ്മളത് കാണുമ്പോൾ കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ കാണും, രണ്ടാമത് കാണുമ്പോൾ അത് പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. അത് ഒരു അല്ലെ പറയുമ്പോഴും ഒക്കെ നമുക്കത് ചെറിയ അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹൈസ്കൂൾ സിനിമയുടെ ഒരു പ്ലോട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് പറഞ്ഞ ഇമോഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഓരോ ഫാമിലിയിലും ഡിഫറെന്റ് പല പല അച്ഛന്മാരും പല ഇപ്പൊ നോബിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അച്ഛനായിരിക്കും അത്. എന്റെ വാപ്പ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വേഷങ്ങൾ ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റിലുള്ള ഒരെണ്ണെന്ന് പറയുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ ജിജിയാണ്. ജിജി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആളുടെ അറ്റേറിന് ഭയങ്കര നമുക്ക് ഒറ്റ നോട്ടത്തില്ല ഒരു കോൺട്രാക്ടർ ആളെ പറ്റിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ നീരജിന്റെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ട് ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ പിടിച്ചിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നത്. പിന്നെ മറ്റേ വീട്ടിലെ സീനും ഇമോഷണൽ സീനിന്റെ ഒരു സ്ഥലവും ഒക്കെ വരും. പിന്നെ തോന്നിയത് ഇയാൾ ഇങ്ങനെ ചെറിയ തക്കിട പരിപാടി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. പക്ഷെ മറ്റൊരു പോർഷൻ വരുന്ന സമയത്ത് ഇയാൾ പറയണേക്കാൾ മുമ്പേ നമുക്കെന്തോ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇയാളായിരിക്കില്ല അത് ചെയ്യുക, ഇയാൾ അത്രയും ചതിക്കില്ല എന്ന് തോന്നി. അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് തോന്നിപ്പിക്കണ്ടേ? ഒരു നിഷ്കളങ്കതയും വേണം, എന്നാ തട്ടിപ്പ് കാണിക്കുകയും വേണം. അതെങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു നിഷ്കളങ്കനായ തട്ടിപ്പ് എഴുത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആക്ടിങ് നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരാൻ മോഹൻലാലും മമ്മൂക്ക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ആക്ടിങ് പഠിച്ചു തുടങ്ങാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ, നമുക്കൊരു ഈ ആക്ടിങ് പഠിക്കണം. അപ്പം നമ്മൾ കണ്ട് നോക്കുന്നവരെയൊക്കെ എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടൻ, ഈ ജിജി എന്നുള്ള ക്യാരക്ടർ എന്നൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ജഗദീഷ് സാറിൻ്റെ അടുത്താണ്. സത്യം പറയാമല്ലോ, ഞാൻ എപ്പോഴും ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെയാണ് കൂടുതൽ നമ്മൾ വാച്ച് ചെയ്യുന്നത്. നമുക്ക് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ, നമ്മുടെ രാജമൗലി തന്നെ ഒരു ഇന്റർവ്യൂല് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മലയാളത്തിലെ ഏത് പടവും റീമേക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഹീറോ ആക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ കിട്ടും, പക്ഷെ അവരുടെ ഒരു ലൈൻ ഓഫ് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ട്, അവരെനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഞാൻ പല ഒറ്റ ഉദാഹരണം പെട്ട ജയ് ഹേര ഹിന്ദി അമീർ ഖാനാണ് എടുത്തത്. കാരണം ഭയങ്കര മീറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാര് ചെയ്യും, ഇതാര് ചെയ്യും? നമ്മളൊക്കെ സൂം മീറ്റിൽ വിളിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇരുന്നു. അത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അമ്മയെ തന്നെ വിളിക്കാം, കാരണം ഹിന്ദി ആരും ഇല്ല അന്ന്. അങ്ങനെ സംഭവം എന്താ ഫ്ലോപ്പായി പോയതാ സാധനം. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ അഭിനയം പഠിക്കുന്നതൊക്കെ ജഗദീഷ് സാറ്, ഒടുവിൽ സാറ്, മുരളി സാറ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഡയലോഗ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പഠിച്ചതൊക്കെ ഇവരിൽ നിന്നൊക്കെയാണ് സത്യം പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ സിനിമയിൽ തന്നെ ഞാൻ ജഗദീഷേട്ടൻ്റെ കൂടെ
ചെയ്തിട്ടില്ല, നമ്മൾ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഹരിശ്രീ അശോകൻ സാറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പോഴും എനിക്ക് ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു ടൈമിംഗ് ഉള്ള ഒരു നടനാണ് ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നത്. പറക്കും തളിയല് ദിലീപ് സാറിൻ്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ പുള്ളി ബാക്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരുത്തന്റെ പുറകെ അങ്ങ് ഓടുന്നുണ്ട്. അതൊക്കെ അപ്പൊ ഇത്ര ദൂരം ഓടുന്നു പുള്ളി. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്. അപ്പൊ അതിന്റെയൊക്കെ ഇതായിരുന്നു. ഞാൻ ഇവരെയൊക്കെ പയ്യെ ചുരണ്ടി ആ ക്യാരക്ടറിലോട്ട് ഇട്ട് അങ്ങ് ചെയ്തു വെച്ചതേ ഉള്ളൂ. സ്വന്തം ഒരു ഭാഷ്യം കൊടുത്തു. നമ്മളൊക്കെ സ്വാധീനം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അനുകരിക്കാതെ ചെയ്തു എന്നുള്ളതാണ് അവരുടെ നേട്ടം. അനുകരിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നു. മാത്രമല്ല ഇതൊക്കെ ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ പൊന്മാനിലെ വേഷം എന്ത് ബ്രില്യൻ്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. നമുക്ക് തന്നെ ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിൽ അയ്യോ കൊള്ളാലോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ലെവലിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ തോന്നിപ്പോകും. അങ്ങനെ ഉള്ള ക്യാരക്ടറായിരുന്നു പൊന്മാനിൽ ആ ബ്രൂണോ ചെയ്തത്. അപ്പം നമ്മൾ വിചാരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കാന്നല്ല, രസമായിരുന്നു. ഗംഭീരം. ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, സംവിധാനം വിളിച്ച് പറയുകയും ചെയ്തു എല്ലാവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നെ ആഭ്യന്തര കുറ്റവാളിയിൽ ഇപ്പോൾ നമുക്ക് ആ പാട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പ്രൊമോ സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുടെ വരുന്നത്. അങ്ങനെ ആഭ്യന്തര കുറ്റവാളിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ നൃത്തരൂപങ്ങളും കൂടി വരുന്നുണ്ടോ? നൃത്തരൂപം ഒരു പാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ചോദിച്ചതാ. പ്രൊമോഷന് വേണ്ടി ഒരു സോങ് ഇതല്ല പുരുഷലോകം അല്ലാണ്ട് വേറെ അല്ല സിനിമയിലില്ല അത്, പക്ഷെ പ്രൊമോ സോങ് ആയിട്ട് വരും. അതെ പ്രൊമോഷന് വേണ്ടി മാത്രം. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ട്. ഞാനില്ല എന്നുള്ളത്. ഞങ്ങൾ 3 പേര് സുഹൃത്തുക്കളുടെ ഒരു പരിപാടിയായിട്ട്. അത് ആ പാട്ട് അതൊരു സോങ് ആയിട്ട് സിനിമയിൽ അതിനൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ അത് സിനിമയിൽ നിന്ന് മാറ്റിയതാണ്. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്തുവിടാനാണ് പ്ലാൻ. അപ്പം ആഭ്യന്തര കുറ്റവാളിക്ക് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതൊരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ സിനിമയിൽ എല്ലാവരും പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്? ആഭ്യന്തര കുറ്റവാളി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് ഒരു ഫൈനൽ നോട്ട് പോലെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാട് കണ്ടിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് ആണ് ഈ സിനിമയിൽ കൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. സേതുവിൻ്റെതായ ഒരു ഭാഷയും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ സ്ക്രിപ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ആയത്. അപ്പൊ അത് മാക്സിമം നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഈ സഹദേവന്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ താല്പര്യം തോന്നും. സഹദേവൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് സഹദേവൻ രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നും. ആർക്കായിരുന്നാലും നമുക്ക് ആഗ്രഹം തോന്നും. അത് സഹദേവൻ രക്ഷപ്പെടുന്നുണ്ടോ, എന്തൊക്കെയാണ് സഹദേവന് പറയാനുള്ളത്? സഹദേവൻ പറയുന്നത് സഹദേവൻ്റെ വിഷയങ്ങളല്ല, ഒരു നാടിൻ്റെ വിഷയങ്ങളാണ്, ഒരു സമൂഹത്തിൻ്റെ വിഷയങ്ങളാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. നമ്മുടെ വിഷയങ്ങളാണ് സഹദേവൻ സംസാരിക്കുന്നത്. സഹദേവൻ സംസാരിക്കുന്നത് അയാൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ജനറലായിട്ട് സഹദേവൻ പറഞ്ഞ് അത് കാണുന്ന ഓരോ പ്രേക്ഷകനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കഥയാണെന്ന് തോന്നും. അത് രസകരമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് എൻ്റർടൈനർ. ഈ പുരുഷപക്ഷം എന്ന് നമ്മൾ എടുത്ത് പറയുന്നൊന്നുമില്ല. ജയ എന്ന സിനിമയും സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് പുരുഷന്മാരാണ്. അതുപോലെ ഇത് പുരുഷപക്ഷം എന്നൊന്നുമല്ല, ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ റിലേറ്റഡ് ആവും. നല്ലൊരു ചെറിയ ഒരു സിനിമയാണ്. വലുതായിട്ട് നമ്മൾ ആധികാരികമായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന്, കാരണം നമുക്ക് അഭിനയിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങളിലേക്കും വരും എന്ന് പറഞ്ഞ വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ കൂടെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരോ പല പ്രശ്നങ്ങളും തമാശ മാത്രമായി പോകാറുണ്ട് പലപ്പോഴുമായി. അതെന്തൊരു പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതും അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻസോടെ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എല്ലാവരും വരിക, കാണുക. എല്ലാവരും സ്ത്രീയുടെ കണ്ണീർ തുടയ്ക്കാൻ പുരുഷനുണ്ട്, പുരുഷന്റെ കണ്ണീർ തുടയ്ക്കാൻ ആരുണ്ട്? സ്ത്രീ ഉണ്ടെന്നാണ് ഉണ്ടാകണം എന്നാണ് ആഭ്യന്തര കുറ്റവാളി പറയുന്നത്. ആഭ്യന്തര കുറ്റവാളിയെ പറ്റി നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നല്ലൊരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ. താങ്ക് യു.